ദൈവത്തെ സ്നേഹിച്ചിടുവാൻ ഒരു കാലത്തും തുകയില്ല ഞാൻ. എനിക്കായൊരു ഉത്തമ സമ്പത്ത് സ്വർഗ്ഗരാജ്യത്തിൽ ഒരുക്കുന്നതാം. ഇനി ലോകത്തെ സ്നേഹിച്ചിടുവാൻ
സെഫന്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. അവരുടെ ദൈവമായ യഹോവ അവരെ സന്ദർശിച്ച് അവരുടെ സ്ഥിതി മാറ്റുമല്ലോ. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സന്ദർശിച്ച് സ്ഥിതിയെ മാറ്റുന്നവനായ ദൈവം, ഈ വിഷയമാണ് ഇന്ന് പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. കുടപ്പിറപ്പുകളെ, മനുഷ്യർ എപ്പോഴും തങ്ങളുടെ തൽസ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുന്നവരും അതിന് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരുമാണ്. തങ്ങളുടെ സ്ഥിതിയിൽ സംതൃപ്തരായി കഴിയുന്ന മനുഷ്യർ വളരെ വിരളമാണ്. സ്ഥിതി മാറുവാൻ കാത്തിരിക്കുന്നവരാണ് ദൈവജനവും. ഓരോ വ്യക്തികളുടെയും, ഓരോ കുടുംബത്തിൻ്റെയും, ഓരോ കൂട്ടായ്മയുടെയും, ഓരോ ദേശത്തിൻ്റെയും സ്ഥിതിക്ക് മാറ്റമുണ്ടാകണം. സ്വാഭാവികമായി ഉണ്ടാകുന്ന സ്ഥിതിമാറ്റമല്ല, സർവശക്തനായ ദൈവം ഇടപെട്ടു വരുത്തുന്ന സ്ഥിതിമാറ്റങ്ങൾ തന്നെ ഉണ്ടാകണം. ദൈവം തൻ്റെ മക്കളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നവനാണ്. സ്ഥിതിക്ക് മാറ്റം വരുത്തപ്പെടേണ്ടവരുടെ ജീവിതത്തിൽ അതിനുവേണ്ടി ദൈവം അവരെ സന്ദർശിക്കാറുണ്ട്. സ്ഥിതി മാറ്റപ്പെടേണ്ടവർ ഒരു ദൈവിക സന്ദർശനത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ സന്ദർശിക്കുന്നത് നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടിയാണ്. ഏതവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റത്തിന് വിധേയപ്പെടേണ്ടത്? ആ മാറ്റത്തിന് വിധേയപ്പെടേണ്ട അവസ്ഥ ഏതെന്ന് നാമല്ല തീരുമാനിക്കേണ്ടത്, അത് ദൈവത്തിൻ്റെ ഹിതമാണ്. ദൈവം നമ്മെ സന്ദർശിച്ച് നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നവനാണ് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് അവരുടെ അടിമത്തം അഴിച്ചു കളഞ്ഞ് അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുമെന്ന്. അവർ അടിമത്തത്തിൽ ബന്ധിക്കപ്പെടുന്നതിന് മുൻപേ യോസഫ് തൻ്റെ സഹോദരന്മാരോട് പറയുന്നുണ്ട്. അതിങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഉൽപ്പത്തി 50-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: വാഗ്ദത്തം നിറവേറേണ്ടിയ സമയമാകുമ്പോൾ ദൈവം തൻ്റെ മക്കളെ സന്ദർശിക്കുകയും അവരുടെ സ്ഥിതി മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഗിദെയോനെ ദൈവം സന്ദർശിക്കുമ്പോൾ ഗിദെയോൻ ഭീരുത്വത്തിന് അടിമയായിരുന്നു. മിദ്യാന്യരെ ഭയപ്പെട്ട് കഴിയുന്ന സ്വന്തം ജനത്തിനു നടുവിൽ ഭയത്തോടെ തൻ്റെ അധ്വാനബലം നഷ്ടമാകാതെ, അപഹരിക്കപ്പെടാതെ തൻ്റെ കൈകളിൽ ആകുവാൻ വേണ്ടി ഒളിച്ചിരുന്ന് വേല ചെയ്തു വന്നപ്പോഴാണ് ദൈവം ഗിദെയോനെ സന്ദർശിച്ചത്. ആ സന്ദർശനം തൻ്റെ സ്ഥിതിക്ക് മാത്രമല്ല, തൻ്റെ ജനത്തിൻ്റെ സ്ഥിതിക്കും കൂടി മാറ്റം വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയ സന്ദർശനമായിരുന്നു. ഭീരുത്വമുള്ളവനായ ഗിദെയോനെ ദൈവം വിളിച്ചത് പരാക്രമശാലിയെ. ദൈവം ഗിദെയോനെ വിളിച്ചത് പരാക്രമശാലിയെ എന്ന് പേർ വിളിച്ചുകൊണ്ടാണ് തന്നോട് സംസാരിച്ചു തുടങ്ങിയത് തന്നെ. തന്നിൽ അപ്പോൾ വ്യാപരിച്ചിരുന്ന സ്വഭാവത്തിനോ വികാരത്തിനോ നേരെ എതിരായ ഒരു പേർ തനിക്ക് ദൈവം വിളിച്ചത് തൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും സ്ഥിതിക്ക് മാറ്റം വരുത്തുവാനുള്ള തീരുമാനത്തോടെ, അതിന് ധൈര്യമുള്ളവനായി തീർക്കുക എന്നുള്ള പദ്ധതി ദൈവം ഗിദെയോന്മേൽ ഇട്ടു. ഭയത്തിന് അടിമയായവന്റെ സ്ഥിതി മാറ്റി ധൈര്യശാലിയുടെ സ്ഥിതിയിലേക്കാണ്, നായകത്വത്തിൻ്റെ പദവിയിലേക്ക് തന്നെ ദൈവം ഗിദെയോന്റെ സ്ഥിതി മാറ്റി തന്നെ നിയമിച്ചാക്കി വെച്ചു. ഇനി അവൻ ഒന്നിനെയും ആരെയും ഭയപ്പെടുകയില്ല. അവൻ്റെ പേര് മാറി, അവൻ്റെ സ്വഭാവം മാറി, അവൻ്റെ സ്ഥിതി മാറി. പ്രിയരെ, സ്ഥിതി മാറിയവനിൽ കൂടി ദേശത്തിൻ്റെ സ്ഥിതിയും മാറി. ദൈവപദ്ധതിയുള്ളവനെ ദൈവം സന്ദർശിച്ചാൽ അവൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും മാത്രമല്ല, അവൻ പാർക്കുന്ന ദേശത്തിൻ്റെയും സ്ഥിതി മാറ്റപ്പെടും. ദൈവം സന്ദർശിക്കുമ്പോൾ ചിലപ്പോൾ നാം പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കില്ല ദൈവിക ഇടപെടൽ വെളിപ്പെടുന്നത്. ഒരു മോശയുടെ സ്ഥിതി മാറ്റുവാൻ തന്നെ മോശയെ ദൈവം മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു ശൗലിനെ പൗലോസാക്കി മാറ്റിയെടുക്കുവാൻ ദൈവം തന്നെ സന്ദർശിച്ചപ്പോൾ അത് തനിക്കൊട്ടും ആശ്വാസമായിട്ടല്ല ആദ്യം അനുഭവപ്പെട്ടത്.
ദൈവിക സന്ദർശനം പ്രിയരെ വ്യത്യസ്ത നിലയിലുള്ളതാണ്. അതുകൊണ്ട് കൂടപ്പിറപ്പുകളെ, നിങ്ങളുടെ ജീവിത നിലവാരത്തിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമായിരിക്കാം. എന്നാൽ സ്ഥിതി മാറ്റുന്നവൻ നിങ്ങളെ ഒന്ന് സന്ദർശിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അവൻ നിങ്ങളെ സന്ദർശിച്ച് നിങ്ങളുടെ സ്ഥിതി മാറ്റിത്തരും. നമ്മുടെ ഉള്ളിലുള്ള ബലഹീനത മാറ്റപ്പെടുവാൻ, നമ്മുടെ ഭയം മാറ്റപ്പെടുവാൻ, നിരാശയും സംശയവും ഒക്കെ അഴിച്ചു കളയാൻ, അഴിച്ചു മാറ്റപ്പെടുവാൻ, ഞെരുക്കവും ഇടുക്കവും മാറ്റപ്പെടുവാൻ, സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ, ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകുവാൻ കൂടപ്പിറപ്പെ ശക്തമായി പ്രാർത്ഥിക്കുക. പ്രയോജനമില്ലാത്തതിനെ പ്രയോജനപ്പെടുത്തുവാൻ, ഉപയോഗമില്ലാത്തതിനെ ഉപയോഗിക്കുവാൻ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നവന് കഴിയും. ദൈവം നിങ്ങളെ സന്ദർശിക്കുന്നതിന് പിന്നിൽ പ്രിയരെ ദൈവത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യും. സന്ദർശനത്തിന് ശേഷം വാഗ്ദത്ത നിവൃത്തി വെളിപ്പെടും. ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കുക. ദൈവിക ഇടപെടലിന് മുൻപിൽ വിധേയപ്പെടുത്തി കൊടുക്കുക. നിങ്ങളുടെ സ്ഥിതി മാറ്റപ്പെടട്ടെ. സ്ഥിതി മാറ്റപ്പെടുവാൻ, അവസ്ഥയ്ക്കൊരു മാറ്റം വരുവാൻ നാളുകളായി കാത്തിരിക്കുന്ന, ആഗ്രഹിക്കുന്ന കൂടപ്പിറപ്പെ, സ്ഥിതി മാറ്റിത്തരുന്ന കർത്താവിനോട് നമുക്ക് വിളിച്ചപേക്ഷിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കുക, ഹൃദയങ്ങളെ ഒരുക്കുക. മഹാപരിശുദ്ധനും നിത്യനുമാകുന്ന ഞങ്ങളുടെ സ്വർഗീയ പരിശുദ്ധനായ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവാൻ, ധ്യാനിക്കുവാൻ നൽകി തന്ന ഈ നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്തൃകരങ്ങളിലേക്ക്, പാദപിടുത്തങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജനം വിടുവിക്കപ്പെടട്ടെ കർത്താവേ. അവരുടെ സ്ഥിതിക്ക് മാറ്റം വരണമെന്നുള്ള നാളുകളായിട്ടുള്ള ആഗ്രഹവും പ്രാർത്ഥനയും ഇന്ന് പ്രഭാതത്തിലും കേൾക്കപ്പെട്ട വചനത്തിന് വെളിച്ചത്തിൽ സമർപ്പിച്ച് തുടരുന്ന പ്രാർത്ഥനയും അപ്പച്ചൻ ശ്രദ്ധ വെച്ച് കേട്ടിട്ടുണ്ടല്ലോ, അപ്പച്ചൻ കാണുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ. കർത്താവെ, ജനം വിടുവിക്കപ്പെടണം, ജനം അനുഗ്രഹിക്കപ്പെടണം. അവർ മാത്രമല്ല, അവരിൽ കൂടി അവരുടെ ദേശം, അവരുടെ കൂട്ടായ്മ, അവരുടെ കുടുംബം, അവരുടെ ദേശം വിടുവിക്കപ്പെടാൻ, സ്ഥിതിക്ക് മാറ്റം വരുത്തപ്പെടുവാൻ കർത്താവ് ഇടയാക്കാൻ പോകുന്ന അങ്ങയുടെ പദ്ധതിയൊക്കെയായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വലിയവ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഇന്ന് പകലിലും നിന്റെ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തിൽ, ഉപജീവന മാർഗത്തിൽ, ആരോഗ്യ വിഷയത്തിൽ കർത്താവെ ചില മറുപടികൾ വെളിപ്പെടട്ടെ. സ്ഥിതിക്ക് മാറ്റം വരട്ടെ. ആ വിടുതൽ അനുഭവിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സാക്ഷ്യമുള്ളവരെ ജീവിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, ആ പ്രാർത്ഥന കേട്ട മൺകൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ദാഹമുള്ളവരായി പ്രാർത്ഥനയോട് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. എന്റെ